അല്ലയോ മുതിർന്ന കുട്ടികൾ പേരൻസിനെ അതായത് മാതാപിതാക്കളെ കിസ് ചെയ്യാനും ഇതൊക്കെ മടിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു അഭിപ്രായം തന്നെ. അത് എന്താ പറയാ, നമ്മളിങ്ങനെ കണ്ടുവരുന്നതെന്ന് വെച്ചാല് കുട്ടികൾ കുറച്ചിങ്ങനെ പ്രായമായി വന്നതിനനുസരിച്ച് ആ അവര് പിന്നെ ആദ്യമൊക്കെ നമുക്ക് നല്ലതായിട്ട് കിസ് ചെയ്യാനും ഇതിനൊക്കെ വരും. പിന്നെ അതെന്തുകൊണ്ടാണെന്ന് അറിയോ, മാതാപിതാക്കൾ തന്നെ ഇതിന് ഗ്യാപ്പ് കൊടുക്കുക. അതായത് പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോണ നേരത്ത് കുട്ടികളെ പിന്നെ കിസ് ചെയ്യാൻ കിസ് ടൈമില്ല. കൊടുക്കൂല. ടൈമില്ല. ടൈമില്ലാത്ത അതായത് നമ്മൾ മാതാപിതാക്കൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ മദർ അല്ലെങ്കിൽ ഉമ്മ ഇവരൊക്കെ തിരക്കായിരിക്കും. അപ്പോൾ എന്താ കിച്ചണിലും ഇതൊക്കെ ബിസി ആകുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യില്ല. പോവുക സലാം ചെല്ലിയിട്ടാണ് പോകും. നേരെ മറിച്ച് ആ കുട്ടീനെ ഒന്ന് വിളിച്ചിരുത്തി ഒരു കിസ് കൊടുത്ത് ഒക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എന്താണ് നല്ലൊരു ആ കുട്ടികൾക്കും പോസിറ്റീവായിട്ടാണ് കിട്ടുക അല്ലേ. പോസിറ്റീവ് എനർജി ഉണ്ടാവും. പോസിറ്റീവ് എനർജി ഉണ്ട് ആ കുട്ടിക്ക് അന്ന് ദിവസം മുഴുവൻ. അതേപോലെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറയാനോ ഇതൊക്കെ നമ്മളൊരു ഘട്ടം വരുമ്പോൾ അതൊക്കെ നിർത്തും. അതുവരെ കുട്ടികളോട് ഭയങ്കര സ്നേഹമായിരിക്കും. എന്നാൽ ആ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഈ കുട്ടികൾ വലുതാകുന്ന സമയത്ത് എന്താവുന്നത് പിന്നെ കുട്ടികൾക്ക് പിന്നെ മുമ്പ് കൊടുക്കണം. അതേമാതിരി ഈ ഭക്ഷണം പൂർണ്ണമായിട്ട് നിർത്തും. ഭക്ഷണം നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഭക്ഷണം വാരി കൊടുക്കും. പിന്നെ നമ്മൾ വാരി കൊടുക്കണം നിർത്തും. അത് പാടില്ല. ശരിക്കും ഇടക്ക് എന്ത് ചെയ്യണം, അവർ നമ്മളെ കുട്ടിയെ മാസത്തിലൊരിക്കലെങ്കിലും നമ്മളെ കുട്ടികളാണെന്നുള്ള ബോധം വരാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് അവർക്ക് ഭക്ഷണം വാരി കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ. അതെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ എത്ര വലുതായാലും ശരി, പിന്നെ എത്ര വലുതായാലും നമ്മളെ കുട്ടികൾ തന്നെയാണ്. ആ കുട്ടികളെമാർക്ക് തന്നെ വളർത്തി കഴിഞ്ഞാൽ കുട്ടികൾ വലുതാണതിനനുസരിച്ച് നമ്മളെ മാതാപിതാക്കളോടുള്ള സ്നേഹം എന്നും നിലനിർത്തിക്കൊണ്ടുപോകുള്ളൂ.